ഞാൻ ഡോക്ടർ സുഭാഷ് മാധവൻ, ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കേരള സംസ്ഥാന പ്രസിഡന്റാണ്. ഡോക്ടർ സിദ്ധാർത്ഥ് പി നായർ സംസ്ഥാന സെക്രട്ടറിയാണ്. അപ്പം ഞങ്ങൾ ഇന്ന് ഇവിടെ വന്ന് ഇങ്ങനൊരു പ്രസ് മീറ്റ് ആഗ്രഹിച്ചത്, ഞങ്ങളുടെ കൗൺസിൽ ഓൺ ഡെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞ CDH എന്ന ചുരുക്കപ്പേരിൽ പറയുന്ന കൗൺസിൽ ഓൺ ഡെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ഞങ്ങൾക്കൊരു വിഭാഗമുണ്ട്. അത് പൊതുജനങ്ങൾക്കിടയിൽ ദന്ത രോഗങ്ങളെക്കുറിച്ചും ദന്ത സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുകയും ബോധവൽക്കരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ആ വിങ്ങിൻ്റെ ഒരു കർത്തവ്യം. വർഷങ്ങളായിട്ട് ഈ ഒരു അസോസിയേഷൻ രൂപീകൃതമായ മുതൽ ഈ CDH വിങ് അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. നിരവധി പരിപാടികൾ, സാമൂഹ്യ പ്രതിബദ്ധത പുലർത്തുന്ന പരിപാടികൾ തന്നെ നിരവധി പരിപാടികൾ നമ്മൾ ഇതിനകം നടത്തപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരുമായി ചേർന്ന് മുക്തി എന്നുള്ള വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്നിട്ടുള്ള പരിപാടികൾ, അതുപോലെ വർഷാവർഷവും കഴിഞ്ഞ വർഷത്തെ ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ പാൽപുഞ്ചിരി എന്ന പരിപാടി. അപ്പോൾ ഈ ഒരു വർഷം ആദ്യത്തെ കുട്ടികളെയാണല്ലോ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധ ചെലുത്തേണ്ടത്, അവരിലൂടെയാണല്ലോ നമ്മൾ ഈ ഒരു മെസ്സേജ് കൂടുതലായി പാസ് ആവേണ്ടത് എന്നുള്ളതുകൊണ്ട് നമ്മൾ വീണ്ടും വിദ്യാലയങ്ങളെ സമീപിക്കാനും ഈ ദന്ത ആരോഗ്യം നമ്മൾ നിലനിർത്തേണ്ട ആവശ്യകത അവരെ മനസ്സിലാക്കി അവരിലൂടെ മറ്റുള്ളവരെ എത്തിക്കാനും ഒരു ശ്രമം കൂടി ഞങ്ങൾ നടത്തുകയാണ്. ഈ വാലന്റൈൻസ് ഡേ ആണ് ഫെബ്രുവരി 14 യൂഷ്വലി. പക്ഷേ പല്ലുകളെ പ്രണയിക്കുക ഇപ്രാവശ്യം എന്ന് പറഞ്ഞ ഒരു ക്യാപ്ഷനുമായി ഞങ്ങൾ ഈ ഒരു ഡേ അവരുടെ ഇടയിലേക്ക് ചെല്ലുകയാണ്. 151 സ്കൂളുകൾ ഞങ്ങൾ ഈ ഒരു പരിപാടിയുമായി ഒരേ ദിവസം എത്തുന്നു. ഓരോ സ്കൂളിലും 500-ലധികം കുട്ടികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് 75,000 തൊട്ട് 1 ലക്ഷം വരെയുള്ള കുട്ടികളെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു നേരിട്ടിട്ട് സംവദിക്കാൻ വേണ്ടിയിട്ട്. അവരെ എങ്ങനെയാണ് ബ്രഷ് ചെയ്യേണ്ടതെന്നും വായുടെ ശുചിത്വം എങ്ങനെ സംരക്ഷിക്കണമെന്നും ശുചിത്വം സംരക്ഷിച്ചിട്ടില്ല വെച്ചാൽ ഉണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ബ്രഷ് ചെയ്യുന്ന രീതികളെക്കുറിച്ചും അവർക്ക് ഒരു ഔട്ട്ലൈൻ അല്ലെങ്കിൽ അവർ അറിഞ്ഞിരിക്കേണ്ട, നിർബന്ധമായും അവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിയിക്കാൻ വേണ്ടി, ബോധവൽക്കരിക്കാൻ വേണ്ടി ചെല്ലുക എന്നുള്ളതാണ് ദൗത്യം. അപ്പോൾ ഈ ഒരു പരിപാടിയുടെ ഒരു സംസ്ഥാന തല ഉദ്ഘാടനം അരൂര് ലേഡി ഓഫ് മേഴ്സി എന്ന സ്കൂളിൽ വെച്ചിട്ടുണ്ടാകും. വിശിഷ്ട അതിഥി ആയി നമ്മുടെ കേരള ഡെന്റൽ കൗൺസിൽ പ്രസിഡന്റ് അദ്ദേഹം ഡോക്ടർ സന്തോഷ് തോമസ് അദ്ദേഹം അവിടെ സന്നിഹിതനായിരിക്കും. മറിച്ച് ബാക്കിയുള്ള സ്കൂളുകളിലും ഇതേ ദിവസം തന്നെ ഈ 150 സ്കൂളുകളിലും ഈ പരിപാടി നടത്തപ്പെടുന്നതാണ്. ഈ ഒരു വിവരം നിങ്ങളെ അറിയിക്കുന്ന പക്ഷം അത് ആളുകൾക്ക് എത്തുകയും തീർച്ചയായിട്ടും അതിൻ്റെ അവബോധം കൂടുതൽ അതിന് പ്രാധാന്യത്തോടെ തന്നെ ജനം ഏറ്റെടുക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു സഹകരണം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. ഇതിനെ ഞങ്ങളോട് സഹകരിക്കുന്നത് എല്ലാ സ്കൂളുകളിലും കുട്ടികളെ അഭിസംബോധന ചെയ്യുന്നതിനൊപ്പം തന്നെ ആ കുട്ടികളെ സൗജന്യ ഒരു പേസ്റ്റ് നമ്മൾ അവർക്ക് എത്തിക്കുന്നുണ്ട്. ബ്രഷിംഗ് ടെക്നിക്കൊക്കെ പഠിപ്പിക്കണം ഒരു സമയത്ത്. അതിന് ഞങ്ങളോട് സഹകരിക്കുന്നത് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റാണ് ഇപ്രാവശ്യം. അവരും ഞങ്ങളുടെ ഒപ്പം ഈ ഒരു പരിപാടിയിൽ ഞങ്ങളുടെ ഒരു കൂടെ ഉണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതായത് ഇപ്പൊ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്താ വെച്ചാൽ ഹൗ ടു ബ്രഷ്, അത് പലർക്കും അറിയില്ല. ടു ബി ഫ്രാങ്ക് ഒരു 30 വയസ്സ് കഴിഞ്ഞ് 50 വയസ്സ് വരെയുള്ള ഒരാളുകളെ എടുത്തു കഴിഞ്ഞാൽ ഈ 2 സൈഡിലെ പല്ലിൻ്റെയൊക്കെ സൈഡ് തേഞ്ഞിട്ടുണ്ടാവും. ഞാൻ പാലക്കാട് നിന്ന് വരുന്നതുകൊണ്ട് ഞങ്ങളോട് പറയാം സൈഡ് രാവി വെച്ച പോലെ എന്ന് പറയാം. അത് എങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ അത് ഇംപ്രോപ്പർ ബ്രഷിംഗ് ടെക്നിക്. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. ഇതൊരുവിധം നല്ലൊരു ശതമാനം ആളുകൾക്കും അത് സംഭവിച്ചിട്ടുണ്ടാകും. പിന്നീട് അത് സെൻസിറ്റിവിറ്റിയോടെ ഭയങ്കര കോച്ചിൽ തണുപ്പും ചൂടും തട്ടുമുള്ള പ്രശ്നങ്ങൾ, അത് ഇനാമൽ ലോസ് ആണ് അതിൻ്റെ പ്രോബ്ലം. ഹാർഡ് ബ്രഷ് ഉപയോഗിക്കുക, ബ്രഷിംഗ് മോർണിംഗിൽ ഈവനിങ്. ഹൗ ടു ബ്രഷ് എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ബ്രഷ് ചെയ്യുന്നതിനൊരു രീതിയുണ്ട്, അത് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്താൽ മാത്രമേ അവർ അതിൽ നിന്ന് മാറ്റം വരുള്ളൂ. ബ്രഷ് ചെയ്യണം എന്ന് മാത്രം പറയുകയല്ല, എങ്ങനെ ബ്രഷ് ചെയ്യണം എന്ന് കൂടി പറയുമ്പോഴല്ലേ അതിന് പൂർണ്ണത വരുന്നത്.
ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ പറയുന്ന ഇത് സ്കൂളിൽ ചെന്ന് പഠിപ്പിച്ചു കൊടുക്കണം, ഇപ്പൊ പുതിയ സംഭവമായിട്ടാണോ നിങ്ങൾ അവതരിപ്പിക്കുന്നത്? അല്ല, കഴിഞ്ഞ വർഷം പാൽപുഞ്ചിരി എന്ന് ഇവിടെ ഞാനിത് മെൻഷൻ ചെയ്തു. അതിൽ ഏകദേശം 2 ലക്ഷത്തിൽ പരം കുട്ടികളെ ഞങ്ങൾ ഇതേ കഴിഞ്ഞ വർഷം, അതാണ് ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ എത്തിയത്, ഒരു ഡേ തന്നെ. പക്ഷേ ഈ വർഷം ഞങ്ങൾ അത് തന്നെ ഈ വർഷം ഞങ്ങൾ ഈ ഒരു ഡേയിൽ ഞങ്ങൾ ആ സ്കൂളുകളിലല്ല വീണ്ടും ചെന്നിരിക്കണം എന്നുള്ള പ്രത്യേകത. കഴിഞ്ഞ വർഷം ഞങ്ങൾ എത്തപ്പെട്ട ഒരു സ്കൂളുകളിലും ഈ വർഷം ഇനിയും സ്കൂളുകൾ നമ്മളെടുത്ത് ചോദിച്ചു എന്നുള്ളതാണ് അന്നത്തെ വസ്തുത. ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യേണ്ടി വന്നു അലോട്ട്മെന്റ്. കാരണം എല്ലായിടത്തും നമ്മുടെ ഡോക്ടേഴ്സിനെ അവരുടെ അവരെ പഠിപ്പിക്കുവാൻ വേണ്ടി ചെല്ലുവാനുള്ള ഡോക്ടേഴ്സിന്റെ എണ്ണം ഞങ്ങൾക്ക് പെട്ടെന്ന് ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു ലിമിറ്റ് ചെയ്തിരുന്നു. അതിപ്പോ ഈ ഒരു വർഷം അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വേണമെങ്കിൽ കൂട്ടാം. കാര്യം അത് തന്നെയാണ് സാർ. ഏതാ സാർ? റെക്കോർഡ്സ് അല്ല സാർ, കഴിഞ്ഞ വർഷം റെക്കോർഡ് കിട്ടിയത് ഇത് റെക്കോർഡേ ഉദ്ദേശിച്ചിട്ടില്ല, നമ്മൾ കീപ്പ് ചെയ്യുന്നില്ല. കഴിഞ്ഞ വർഷം നമുക്ക് എത്താൻ സാധിക്കാതെ വന്ന സ്കൂളുകൾ, കഴിഞ്ഞ വർഷം 2 ലക്ഷത്തിൽ പരം കുട്ടികൾ എന്ന് പറയുമ്പോൾ ഈ വർഷം 1 ലക്ഷത്തിൽ താഴെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതൊരു റെക്കോർഡ് ഒരിക്കലും ആവുന്നില്ലല്ലോ സാർ. അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണെങ്കിൽ നമ്മൾ അങ്ങനെയല്ല. അതിന്റെ ശരിക്കും പറഞ്ഞാൽ ആ മെസ്സേജ് എത്തണം എന്ന് വിചാരത്തിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് വന്നത്.